ഹലോ ഗായ്സ്, സ്വീറ്റ് ഹാർട്ട് എന്ന് പറഞ്ഞൊരു ഈ അടുത്തിടയ്ക്ക് ഒരു മൂവിനെ കുറിച്ചുള്ള ഒരു റിവ്യൂ ആണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത്. എനിക്കിഷ്ടപ്പെട്ടു ആ പടം. അത് മലയാളം ഡബിലും തമിഴ് ഡബിലൊക്കെ അവൈലബിൾ ആണ്. തമിഴിലെല്ലാം അവൈലബിൾ ആണ്. എന്നിരുന്നാൽ കൂടെ എൻ്റെ ഒരു കൂട്ടുകാരൻ മലയാളത്തിലുള്ള ആ ഒരു പടം കണ്ടിട്ട് എണീച്ച് പോയി എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ തമിഴിലുള്ള സംഭവമാണ് കണ്ടത്. എനിക്കിഷ്ടപ്പെട്ടു. അതൊരു ലവ് ഡ്രാമ ഫിലിമാണ്. സ്വാഭാവികമായിട്ടും നോട്ട്സ് എവരിബഡീസ് കപ്പ് ഓഫ് ടീ. ചിലർക്ക് പ്രേമത്തോട് ഭയങ്കര വെറുപ്പായിരിക്കും. ചിലപ്പോൾ തേപ്പ് കിട്ടിയിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ തേപ്പ് കിട്ടാൻ പോകുന്നത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ തേപ്പ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടായിരിക്കും. അതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ പ്രേമത്തിനോടൊക്കെ ഭയങ്കര അധികം വെറുപ്പുണ്ടാകുന്ന ഒരു സംഭവമായതുകൊണ്ട് ചിലർക്കത് ഇഷ്ടപ്പെടത്തില്ല. ചിലർ പ്രണയം എന്തെന്ന് പോലും അറിഞ്ഞിട്ടുണ്ടാകത്തില്ല, അവർക്കും ഇത് ഒന്നും ഇഷ്ടപ്പെടത്തില്ല. ചിലപ്പോൾ ഇങ്ങനെയുള്ള ഡ്രാമ ഇഷ്ടപ്പെടാത്ത കുറച്ച് ആളുകളും ഉണ്ടായിരിക്കും, അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഈ ഒരു പടം നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്കത് കണ്ടപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ഇഷ്ടപ്പെട്ടു. വേറൊരു തരത്തിലുള്ളൊരു കഥയാണ്. നായകൻ്റെ കുറച്ചധികം ഇമോഷണൽ കാര്യങ്ങളോട്ട്, ഇമോഷണൽ ട്രോമയിലോട്ടൊക്കെ ഈ ഒരു സിനിമ വെളിച്ചം വീശുന്നുണ്ട്. അത് പ്രകടമായി തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നായകൻ എന്ത് സ്റ്റേജിലൂടെയാണ് കടന്നു വന്നിട്ടുള്ളതെന്നുകൊണ്ട്, അയാളുടെ സ്വഭാവം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയതെന്നും എല്ലാം ഈ ഒരു സിനിമ വ്യക്തമായ രീതിയിൽ പറയുന്നുണ്ട്. മാത്രവുമല്ല, ഇവർ തമ്മിലുള്ള പ്രണയത്തിലുണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളും ആണ് ഈ ഒരു സിനിമ പറഞ്ഞു പോകുന്നത്. മാത്രമല്ല, ഒരുപാട് നോൺ ലീനിയറായിട്ട് അവിടെയും എവിടെയും ഉള്ള കാര്യങ്ങൾ, അതായത് പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്, പിന്നെ പ്രസൻറ്റിലുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത് നല്ല രീതിയിൽ തന്നെ കാണിച്ചിട്ടുണ്ട് എന്നതാണ് ഈ ഒരു സിനിമയുടെ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്. ചിലപ്പോഴൊക്കെ ഇത് കാണുമ്പോൾ നോൺ ലീനിയർ ആയിട്ടുള്ളൊരു സിനിമയുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഒരു അന്തവും കിന്തവും ഇല്ലാതൊക്കെ ആയിപ്പോവും. സിനിമ അമ്പെ പരാജയപ്പെടാനൊക്കെ സാധ്യതയുണ്ടാവും. ആടെന്ന് പറഞ്ഞൊരു മൂവി ജയസൂര്യയൊക്കെ അഭിനയിച്ചൊരു പടമാണ്. അത് ഫസ്റ്റ് ഇറക്കിയത് നോൺ ലീനിയർ രീതിയിലാണ് ഇറക്കിയത്. അത് പൊട്ടിപ്പോകാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നോൺ ലീനിയർ രീതിയിൽ ഇറക്കി നാട്ടുകാരുടെ തെറിവിളിയും കേട്ടിട്ട് അത് പൊട്ടിപ്പോകാനുള്ളൊരു കാര്യം. പിന്നീട് അത് ഒന്നിട്ടുള്ളൊരു എഡിറ്റിംഗ് വെർഷനാണ് പിന്നീട് CD രൂപത്തിലും മറ്റും OTTയിലൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. അത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതൊരു ഉദാഹരണമാണ്. അതാണ് നോൺ ലീനിയർ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിൽ, എഡിറ്റ് ചെയ്തില്ലെങ്കിൽ മൊത്തം കുളമായി പപ്പടമായി പോവും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യാനുള്ളൊരു സിനിമകളാണ് നോൺ ലീനിയർ സിനിമകൾ. പക്ഷേ ഈ ഒരു സിനിമ നോൺ ലീനിയർ സിനിമ ആണെങ്കിൽ കൂടെ, രീതിയിൽ ചെയ്തതാണെങ്കിൽ കൂടെ, എഡിറ്റ് ചെയ്തതാണെങ്കിൽ കൂടെ നല്ല രീതിയിൽ തന്നെ മനസ്സിലാകുന്ന രീതിയിൽ നമ്മളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നായകൻ്റെ ഒരു ഇമോഷണൽ ട്രോമയും മറ്റും നടക്കുന്ന കാര്യങ്ങളും ആണ് സിനിമ പറഞ്ഞു പോകുന്നത്. സിനിമയുടെ ഇതിവൃത്തം വേറൊന്നുമല്ല. നായകനും നായികയും തമ്മിലൊരു പ്രണയമാണ് കാണിക്കുന്നത്. നായകൻ്റെ അടുത്ത് നായിക വന്ന് പറയും, എന്നെ കെട്ടാനായിട്ട് നിങ്ങൾ വീട്ടിൽ വന്ന് പറയൂ എന്ന് പറയും. അപ്പോൾ നായകനാണെങ്കിൽ സമ്മതിക്കുന്നില്ല. അപ്പോൾ നായിക പറയും, നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ കളഞ്ഞിട്ട് പോകുമെന്ന് പറയും. അപ്പോൾ നായകനാണെങ്കിൽ പെട്ടെന്ന് ഇമോഷണലി ഭയങ്കര അഗ്രസീവ് ആയിട്ട് എങ്ങനെയാണെങ്കിൽ നീ കളഞ്ഞിട്ട് പോടി എന്ന് പറഞ്ഞിട്ട് അയാൾ ഇറക്കി പോകുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. അപ്പോൾ നായികയ്ക്ക് മനസ്സിലാവും ഇവൻ ഇമോഷണലി ഭ്രാന്തനാണെന്ന്. അപ്പോൾ നായികയാണെങ്കിൽ പുറകെ പോയി കിടന്ന് വിളിക്കുക, അയ്യോ ഞാൻ ഇത് അറിയാതെ പറഞ്ഞതാണ്, നിങ്ങളങ്ങനെ എന്നെ വിട്ട് പോവല്ലേ എന്നൊക്കെ നായിക പോയി പറയും. പക്ഷേ നായകൻ കേൾക്കത്തില്ല, ഒരു തരത്തിലും കേൾക്കത്തില്ല. നായകൻ നേരെ പോയി കഥ അടച്ചിരുന്ന് സിഗരറ്റും വലിച്ച് വെള്ളം അടിച്ചിരിക്കുന്ന കുറച്ച് സീനുകളാണ് കാണിക്കുന്നത്. ഇത് ഞാൻ വെറുതെ പറഞ്ഞതാണ്, ഇങ്ങനെയൊന്നുമല്ല. സിനിമയിൽ അവതരിപ്പിക്കുന്നത് വേറൊരു രീതിയിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ കഥയുടെ പോക്കെന്ന് പറയുന്നത്. പിന്നീട് നായിക ഗർഭിണിയാണെന്നറിയുമ്പോഴും ഉണ്ടാവുന്ന കുറച്ചധികം സംഭവ വികാസങ്ങൾ ഈ സിനിമയിലുടനീളം പറഞ്ഞു പോകുന്നുണ്ട്. ഒരു ചെറിയൊരു ത്രെഡ് അത് ഇത്ര നല്ല രീതിയിൽ വലിച്ചു നീട്ടിയിട്ടുണ്ട് എന്നതാണ്. നമുക്ക് ബോറടിപ്പിക്കാത്ത രീതിയിൽ, നോൺ ലീനിയറായ രീതിയിൽ ഇത് വലിച്ചു നീട്ടാനായിട്ട് സാധിച്ചു എന്നത് വളരെ നല്ലൊരു കാര്യമാണ്. എനിക്കത് തോന്നി. ദിസ് ഈസ് നോട്ട് എവരിബഡീസ് കപ്പ് ഓഫ് ടീ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. ഞാൻ നേരത്തെ ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ഒന്നത് പ്രണയം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. കൊച്ചു കുട്ടികളുടെ അടുത്ത് പോയിട്ട് പ്രണയം എന്തെന്ന് പറഞ്ഞാൽ അവരെന്ത് പറയും, പൊടാ പറ്റി മാമ എന്നല്ലേ പറയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ വയസ്സായവരൊക്കെ, ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരാളുകളൊക്കെ, അവർക്ക് പ്രണയത്തിനെക്കുറിച്ച് പറയുമ്പോൾ പ്രാരാബ്ദങ്ങളായിരിക്കും ചിലപ്പോൾ ഓർമ്മയിൽ വരിക. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിൽ ചിലർക്ക് അത് കൺവിൻസ് ആവത്തില്ല. അപ്പോൾ അങ്ങനെ ആവാത്തവർക്ക് ഇത് അവരുടെ കപ്പ് ഓഫ് ടീ അല്ല. അല്ലാത്തവർക്കും എനിക്കും ഇത് ഇഷ്ടപ്പെട്ടു. ഞാൻ പ്രണയത്തെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രണയം, ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടെ. അതുകൊണ്ടൊക്കെ കൂടെയാണെന്ന് തോന്നുന്നു എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ആവാതിരിക്കാം. കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എന്ന് മാത്രമേ എനിക്ക് നിങ്ങളുടെ അടുത്തൊക്കെ പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ ഒരിക്കലും നിങ്ങളുടെ തലയിലൊന്ന് അടിച്ച് കേൾപ്പിക്കാനായിട്ട് പോകുന്നില്ല. സ്വീറ്റ് ഹാർട്ട് എന്നുള്ള ഈ അടുത്തിറക്കിയ OTTയിലൊക്കെ റിലീസായ മൂവിയാണ്. ജിയോ പ്ലസ് ഹോട്ട്സ്റ്റാറിലുണ്ട്.
രണ്ടും ഒന്നാണെന്നൊന്നും എനിക്കറിയത്തില്ല. അത് ഭയങ്കര കൺഫ്യൂസ്ഡാണ്. ചിലർ പറയുന്നു ജിയോ ഹോട്ട്സ്റ്റാറിനെ മൊത്തത്തോടെ വിഴുങ്ങി എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അത് എത്രത്തോളം സത്യമാണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു മൂവി പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ടിരിക്കാൻ പറ്റുന്നവർക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്തുക. അല്ലാത്തവർക്ക് അവരുടെ കപ്പ് ഓഫ് ടീ അല്ല എന്ന് പറഞ്ഞ് എന്നെ ഒന്നും പറയരുത്. അങ്ങ് പോവുക. ആർക്കും ഞാൻ നിർബന്ധം പറയുന്നില്ല. നിങ്ങൾ പോയി കാണാൻ പറ്റുന്നവരൊക്കെ പോയി കണ്ടിട്ട് അഭിപ്രായം പറയുക. അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. അടുത്ത ഒരു റിവ്യൂ ആയിട്ട് വരുന്നവരെ ബൈ.